നമസ്കാരം മലയാളി വാർത്ത ആനുകാലികത്തിലേക്ക് സ്വാഗതം. നമസ്കാരം സർ. നമസ്കാരം. ഇപ്പോൾ കേരളം മുഴുവനും ഒരേ ഒരു ചർച്ചയുള്ളൂ, രാഹുൽ മാങ്കൂട്ടത്തിൽ. എന്തായാലും ഒരു വലിയ വിവാദമായി കൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസം കഴിയുമ്പോഴും. പക്ഷേ ഇന്നലെ ഒറ്റയടിക്ക് അടിച്ചിടുന്ന തരത്തിലാണ് അവന്തികയുടെ ചാറ്റും മറ്റുള്ള വോയിസ് ക്ലിപ്പ് ഉൾപ്പെടെ രാഹുൽ മാങ്കൂട്ടത്തിൽ പുറത്തേക്ക് ഇട്ടത്. പക്ഷേ ഞാൻ ഇന്ന് കുറച്ച് മുമ്പ് ഞാനൊരു വാർത്ത കണ്ടു. കോളേജുകളിലൊക്കെ SFI വിദ്യാർത്ഥികൾ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഫോട്ടോയൊക്കെ പതിച്ചുകൊണ്ട് പെൺകുട്ടികളെ എങ്ങനെ അറ്റാക്ക് ചെയ്യുമ്പോൾ എങ്ങനെ പ്രതിരോധിക്കണം എന്നുള്ള തരത്തിൽ കുറച്ച് ഡെമോയൊക്കെ കാണിക്കുന്നുണ്ട്. ഇത്രത്തോളം രാഹുലിനെ വിമർശിക്കാനും വിവാദത്തിലേക്കൊക്കെ എടുത്ത് ഇടാനും മാത്രം വലിയ പതകങ്ങളൊക്കെ ചെയ്തു. അല്ല, അത് വളരെ നല്ലൊരു നീക്കമായിട്ടാണ് കാണുന്നത്. പ്രത്യേകിച്ച് SFI അത്തരമൊരു പ്രതിരോധ ട്രെയിനിങ് പ്രോഗ്രാമുമായിട്ട് ഇപ്പോൾ ക്യാമ്പസുകളിലേക്ക് ഇറങ്ങുന്നു. അതിന് രാഹുൽ ഒരു നിമിത്തമായെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും SFI അഭിനന്ദിക്കണം, രാഹുലിനെ അഭിനന്ദിക്കണം. കാരണം SFIക്ക് തന്നെ അങ്ങനെ ഒരു തോന്നില്ല. പണ്ട് ഈ ആർഷോടൊക്കെ കാര്യം നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. കോട്ടയം യൂണിവേഴ്സിറ്റി ഒരു SFIയുടെ പ്രകടനത്തിനിടയിൽ അന്ന് ഒരു CPIയിലെ പെൺകുട്ടി, CPIയിലെ വിദ്യാർത്ഥി വിഭാഗത്തിലെ ഒരു പെൺകുട്ടി അന്ന് പറഞ്ഞ കഥകളൊക്കെ നമ്മുടെ മുന്നിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് SFI ഇത്തരം പ്രതിരോധ ട്രെയിനിങ്ങുകൾ അവരെ സ്വന്തം അണികൾക്ക് ആദ്യം കൊടുക്കണം. അതിനുശേഷം ക്യാമ്പസിലെ മറ്റ് വിദ്യാർത്ഥിനികൾക്ക് ഏറ്റവും നല്ലൊരു നിർദ്ദേശമാണ്. മറുവശത്ത് ഇതിലെ അവന്തികയുടെ വിഷയം വളരെ തന്മയത്വത്തോടെ രാഹുൽ മാങ്കൂട്ടത്തിൽ ആക്രമിച്ച് അതിനെ നിർവീര്യമാക്കിയെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പിന്നീട് അവന്തിക മറ്റ് ചില പരാതികളൊക്കെ ഉന്നയിച്ചുവെങ്കിലും പക്ഷേ ഇതൊരു സൂചനയാണ്. ഒരു വശത്ത് രാഹുൽ മാങ്കൂട്ടത്തിനോട് വളരെ ഒരു സമരസഭാവനയിൽ സംസാരിക്കുന്നു, മറുവശത്ത് മറ്റുള്ളവരുടെ അടുക്കൽ ചെന്ന് അവൻ വളരെ ഒരു വലിയ വേതാളമാണ്, പെണ്ണുപിടിയനാണ്, ഒട്ടനവധി ക്രൂരതകൾ ചെയ്യുന്ന ഏറ്റവും ക്രിമിനലായ പെൺവേട്ടക്കാരനാണ് എന്ന് പറഞ്ഞ് ആക്രമിക്കുക. ഈ ഒരു ദ്വന്ദ്ഭാവം ഒരുപാട് മനുഷ്യരിൽ നമ്മൾ കാണുന്നു. അതുകൊണ്ട് പലപ്പോഴും സത്യസന്ധമായ പ്രതികരണങ്ങൾ ഏത് എന്ന് തിരിച്ചറിയാൻ പാടുപെടുന്നു. എല്ലാവർക്കും അവരവരുടേതായ സ്വാർത്ഥതകളുണ്ട്. ആ സ്വാർത്ഥത പല അളവുകോലിലായിരിക്കാം. ചിലർക്ക് ഒരു വൈവാഹിക ജീവിതത്തിന് മറ്റാളെ ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ തൻ്റെ ഒരു ജീവിത നായകനാക്കാനുള്ള ആഗ്രഹമുണ്ടാവാം. മറ്റു ചിലർക്ക് രാഷ്ട്രീയത്തിൽ കൂടുതൽ സ്ഥാനമാനങ്ങൾ കൈവരിക്കാൻ ഒരു ചവിട്ടുപടിയാക്കാനാവാം. പക്ഷേ ഇതൊക്കെ പൂർണ്ണമായി ചൂഷണം ചെയ്യുന്ന ഒരു തലത്തിൽ രാഹുൽ നിന്നുകൊടുത്തു. അത് രാഹുലിൻ്റെ വലിയ വീഴ്ചയാണ്. പൊതുസമൂഹത്തിൻ്റെ പ്രതികരണങ്ങൾ പലതലത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ ശ്രദ്ധിച്ചു. എന്നെ ഒരു പുരോഹിതൻ, ഒരു 40 വർഷമായി വിദേശത്തുള്ളൊരു പുരോഹിതൻ ഇന്നലെ വൈകുന്നേരം വിളിച്ച് ഒരുപാട് സമയം സംസാരിച്ചു. അദ്ദേഹം എന്നോട് പറഞ്ഞു, എനിക്ക് വലിയ സങ്കടമാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഈ സംഭവങ്ങളൊക്കെ കേട്ടിട്ട്. ഞാൻ ഇന്നലെ പ്രാർത്ഥിക്കുമ്പോഴും രാഹുലിന് വേണ്ടി പ്രാർത്ഥിച്ചു. അവനൊരു പശ്ചാത്താപം ഉണ്ടാകാൻ, അവനൊന്ന് തിരുത്താൻ അവന് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചു. രാഹുൽ തെറ്റ് ചെയ്തുവെങ്കിൽ നല്ല കഴിവുള്ള ഒരു ചെറുപ്പക്കാരനാണ്, ഒരുപാട് പ്രതീക്ഷ അവനിൽ എനിക്കുണ്ടായിരുന്നു. രാഹുൽ തെറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷേ ആ തെറ്റ് അവനെ കുഴിച്ചു മൂടാനാവരുത്. രാഹുൽ പരസ്യമായി മാപ്പ് പറഞ്ഞ് പ്രായശ്ചിത്തം ചെയ്ത് സമൂഹത്തിന് മുന്നിൽ വീണ്ടും വിനീത വിധേയനായി പൊതു നന്മയ്ക്കായി പൊതുസേവനം ചെയ്ത് തെറ്റ് തിരുത്തി വീണ്ടും രാഷ്ട്രീയത്തിലേക്ക് തിരിച്ചു വരട്ടെ. പക്ഷെ തൽക്കാലം ഒരു ബ്രേക്ക് എടുക്കണം. ഒരു ചെയ്ത തെറ്റിൻ്റെ പ്രായശ്ചിത്തമായി അല്പമൊന്ന് മാറി നിൽക്കണം. എന്നിട്ട് ഇതെല്ലാം തിരുത്തി ഇനി ജീവിതത്തിൽ ഒരു തെറ്റ് വരാത്ത തലത്തിൽ രാഹുൽ തിരിച്ചു വരട്ടെ എന്നാണ് ആ പുരോഹിതൻ എന്നോട് പറഞ്ഞത്. ഞാൻ രാഹുലിനെ ഇത്തരത്തിൽ ഉപദേശിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. രാഹുലിൻ്റെ നമ്പർ എനിക്ക് നയിച്ചു തരുമോ എന്നോട് ചോദിച്ചു. രാഹുലിനെ വിളിച്ചാൽ എടുക്കുമോ എന്നോട് ചോദിച്ചു. അപ്പോൾ ആ പുരോഹിതൻ്റെ വാക്കുകളിൽ രാഹുലിനോട് ഒരു ഭയങ്കര സിമ്പതി ഞാൻ കണ്ടു ഒരു വശത്ത്. മറുവശത്ത് ഈ തെറ്റ് പറ്റിയതിലൊരു വേദന കണ്ടു. വീണ്ടും രാഹുലിനൊരു പ്രതീക്ഷ കണ്ടു. ഈ 3 എലമെൻസും ഇന്ന് കേരളത്തിലെ UDFിനെ അല്ലെങ്കിൽ കോൺഗ്രസിനെ സ്നേഹിക്കുന്ന ബഹുഭൂരിപക്ഷം ആളുകളിലുമുണ്ട് എന്നതാണ് സത്യം. കോൺഗ്രസ് നേതാക്കൾ രാഹുൽ മാങ്കൂട്ടത്തിനെ ഒരു കുഴിയിൽ മൂടി മണ്ണിട്ട് എന്നേക്കുമായി അടച്ച് സീൽ ചെയ്യാനാണ് ഇപ്പോൾ ശ്രമിക്കുന്നത്. പക്ഷേ ഈ പുരോഹിതൻ്റെ വാക്കുകൾ മറ്റ് ചില അമ്മമാരുമായി ഞാൻ സംസാരിച്ചു. അവർ ഈ രാഹുൽ ഇങ്ങനെയൊക്കെ ചെയ്ത് കാണുമോ, അവർക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. ഈ പെണ്ണുങ്ങളൊക്കെ ഇനി ചെന്നതാണോ, അവർക്ക് ആ തലത്തിലാണ് അവർ സംശയിച്ചത്. ഈ പെണ്ണുങ്ങളൊക്കെ ചെല്ലും, ഇവൻ എന്നെ പൊട്ടനാണ് ഇതെല്ലാം പുറകെ നടക്കാൻ. ഇങ്ങനെയൊക്കെയുള്ള ഒരു സിമ്പതി ഇപ്പോഴും കുറച്ചമ്മമാരുടെ മനസ്സിലുണ്ട്. എന്നാൽ മറ്റു ചിലർ പറയുന്നത് ഇവനെപ്പോലൊരു ക്രിമിനൽ പെൺവേട്ടക്കാരൻ, രാത്രിയിൽ ഉറങ്ങാതിരുന്ന സ്ത്രീകൾക്ക് അശ്ലീല ചാറ്റുകൾ അയക്കുക, സ്ത്രീകളെ തൻ്റെ പെൺവേട്ടയിൽപ്പെടുത്തി ക്രൂരമായി വേട്ടയാടി മൃഗീയമായ ഒരു അനുഭൂതി ആസ്വദിക്കുക,
ഇതൊക്കെ രണ്ട് തലത്തിലുള്ള ആരോപണങ്ങളാണ്. ഇവിടെ വേറിട്ട് നിൽക്കുന്നൊരു ഭാവം നമ്മൾ ശ്രദ്ധിക്കണം. ഇന്നലെ രാഹുൽ മാങ്കൂട്ടത്തിൽ നടത്തിയ ഒരു പത്രസമ്മേളനം, അതിൽ രാഹുൽ പറയാതെ പറയുന്ന ഒരു ക്ഷമാപണമുണ്ട്. അത് സത്യസന്ധമാണെങ്കിൽ നമ്മൾ അതൊന്ന് കേൾക്കണം. എനിക്കും മറ്റുള്ളവരെ പോലെ മറ്റു മനുഷ്യരെ പോലെ വികാരവും വിചാരവുമുണ്ട്. ഇവിടെ കാമവികാരമാണ് രാഹുലിൻ്റെ ഇപ്പോൾ കൂടുതൽ ചർച്ചയായിരിക്കുന്നത്. അത് രാഹുൽ ആദ്യമായി തുറന്ന് സമ്മതിച്ചിരിക്കുന്നു. ഇവിടെ നമ്മൾ കാണേണ്ടത്, ആളുകൾ മുൻപ് പറഞ്ഞതുപോലെ ഒരു പക്ഷേ ഇതൊരു രോഗാവസ്ഥയാകാം. ഇത്ര കഴിവുള്ള ഒരു ചെറുപ്പക്കാരന് ഇത്തരമൊരു രോഗാവസ്ഥ വന്നതിൽ വേദനിക്കുന്നവരാണ് ഏറെ. അത് ചികിത്സിച്ച് ഭേദപ്പെടുത്തണം. ഈ രോഗാവസ്ഥ, അതായത് മനുഷ്യൻ ബേസിക്കലി ഒരു പോളിഗമിയാണ് എന്ന് വൈദ്യശാസ്ത്ര രംഗത്തെ വിദഗ്ധരൊക്കെ പറയുന്നുണ്ട് ബേസിക്കലി. പക്ഷേ സമൂഹം ചെറുപ്പം മുതലേ അവനെ ഇങ്ങനെ ഒരുപാട് കെട്ടുപാടുകളിൽ കെട്ടി അവൻ്റെ ഒരു ഇത്തരം വന്യമായ ഒരുപാട് തലച്ചോറിൻ്റെ പ്രക്രിയകളെ നിർവീര്യമാക്കി കളയും. മനുഷ്യൻ്റെ ഇൻഹിബിഷൻ അതിലൂടെയാണ് വരുന്നതെന്നാണ് മനഃശാസ്ത്രത്തിൽ പറയുന്നത്. ചെറുപ്പത്തിലെ ഒരുപാട് വന്യമായ വികാരം നമുക്കുണ്ട്. ഈ മദ്യപിച്ച് കഴിയുമ്പോൾ ചിലർ നടുറോഡിലിറങ്ങി ഉടുതുണി പറിച്ച് തലേ കെട്ടുമല്ലോ, അത് ആ ഇൻഹിബിഷൻ കളയുന്നതിലൂടെയാണ്. ഇതും ഇന്നലെ ഇക്കാര്യം എന്നോട് മറ്റൊരു വളരെ സീനിയറായിട്ടൊരു അലോപ്പതി ഡോക്ടറാണ് എന്നോട് പറഞ്ഞു. 70 വയസ്സുള്ള അദ്ദേഹം ഇടയ്ക്കൊക്കെ എന്നെ വിളിച്ച് എൻ്റെ വീഡിയോ ഒക്കെ കണ്ട് എന്നെ വിളിക്കാറുണ്ട്. അദ്ദേഹം ഇന്നലെ പറഞ്ഞ ഈ പോയിൻറ്റ്സ് എന്നെ വല്ലാണ്ട് ബാധിച്ചു. അദ്ദേഹം പറഞ്ഞു, നമ്മുടെ സമൂഹം, നമ്മുടെ കുടുംബം, നമ്മുടെ അധ്യാപകർ നമ്മളിൽ ചിലതൊക്കെ ഒരു ഇൻഹിബിഷൻ ക്രിയേറ്റ് ചെയ്യാണ് ചെറുപ്പം മുതൽ. ആ ഇൻഹിബിഷൻ്റെ ഭാഗമാണ് നമ്മൾ പൊതുസമൂഹത്തിന് മുന്നിൽ കൃത്യമായി വസ്ത്രം ധരിക്കണം, പൊതുസമൂഹത്തിന് മുന്നിൽ അച്ചടക്കത്തോടെ നിൽക്കണം. ഇതൊക്കെ ഇങ്ങനെ സമൂഹത്തിന് വേണ്ട ഒരു ചുറ്റുപാട് നമ്മളിൽ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ ഭാഗമാണ് ചെറുപ്പത്തിൽ സ്ത്രീകളുടെ ബഹുമാനം, ലൈംഗിക കാര്യങ്ങളിൽ പരമാവധി മിതത്വം പാലിക്കുക, ഭാര്യ അല്ലെങ്കിൽ ജീവിത പങ്കാളി അതിൽ മാത്രം ഒതുങ്ങി നിൽക്കുക. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മളിൽ ചെറുപ്പത്തിൽ തന്നെ സമൂഹം സൃഷ്ടിച്ചിരിക്കുന്ന ഒരു ഇൻഹിബിഷൻ. ഇതൊക്കെ ഒരു ഇൻഹിബിഷനിലൂടെ നടപ്പാക്കാൻ കഴിയും. ചില മനുഷ്യർക്ക് ആ ഇൻഹിബിഷൻസ് എപ്പോഴെങ്കിലുമൊക്കെ പൊട്ടിപ്പോകും. അപ്പോൾ അതവൻ്റെ ഒരു ചോദനയാണ്. അപ്പോൾ അതിൽ നമുക്ക് രാഹുൽ മാങ്കൂട്ടം ഒരു ക്രിമിനലാണോ അതോ ഒരു രോഗിയാണോ? അതാണ് അതിലെ കാതലായ പ്രശ്നം. ഒരു രോഗിയെ നമുക്ക് ചികിത്സിച്ച് ഭേദപ്പെടുത്താം, ഒരു ക്രിമിനലിനെ ഭേദപ്പെടുത്തുക അത്ര എളുപ്പമല്ല. ക്രിമിനൽ ആക്കാൻ ഒട്ടനവധി ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. ഒരു ഉദാഹരണത്തിന്, രാഹുൽ ഗർഭഛിദ്രത്തിന് സമ്മർദ്ദത്തിലാഴ്ത്തിയ യുവതിയെ കൊല്ലാൻ ശ്രമം നടത്തിയെന്ന് തീർക്കുന്ന ഒരു ശബ്ദരേഖ. പക്ഷേ ആ ശബ്ദരേഖ അവിടെ വെച്ച് അങ്ങ് ബ്രേക്ക് ആവുകയാണ്. പക്ഷേ ആ സംഭാഷണം കേട്ടാൽ നമുക്കറിയാം പറഞ്ഞതിന് മറുപടിയായി പറഞ്ഞതാണ്. അത് ഒരു കൊലപാതക ശ്രമത്തിനുള്ള ഒരു ഉദ്യമമായിരുന്നില്ല. പക്ഷെ മാധ്യമങ്ങളും സമൂഹ മാധ്യമങ്ങളുമൊക്കെ രാഹുൽ ഗർഭഛിദ്രത്തിന് തയ്യാറാവാത്ത യുവതിയെ കൊലപ്പെടുത്താൻ പദ്ധതിയിട്ടു എന്നൊരു ടൈറ്റിലേക്ക് കൊണ്ടുവന്നു. അപ്പോൾ സമൂഹവും വലിയ മാനസിക രോഗികളാണ്. ഈ സമൂഹത്തിലുള്ള ഒട്ടനവധി മാനസിക രോഗികളെ നമ്മൾ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇഷ്യൂവിൽ നമ്മൾ കാണുന്നു. പലതരത്തിലുള്ള മാനസിക രോഗം പ്രകടിപ്പിക്കുന്നവർ. അപ്പോൾ ഈ പെർവേഷൻ എന്ന് പറയുന്നതിനപ്പുറം ഇതൊരു മാനസിക രോഗാവസ്ഥയാകാം. 1. 2, രാഹുലിനെതിരെ പരാതികൾ ഇതുവരെ പോലീസിന് മുന്നിലെത്തിയിട്ടില്ല, കോടതിക്ക് മുൻപാകെ എത്തിയിട്ടില്ല, പാർട്ടിയുടെ മുന്നിലും എത്തിയിട്ടില്ല. അപ്പോൾ ഓർക്കണം, ആർക്കെങ്കിലും രാഹുലിനെതിരെ എന്തെങ്കിലും പരാതികളുണ്ടെങ്കിൽ രാഹുലിനെ അത്രയേറെ വേദനിപ്പിക്കാൻ അവർ ഇപ്പോഴും ആഗ്രഹിക്കുന്നില്ല. ഗർഭഛിദ്രത്തിന് സമ്മർദ്ദത്തിലാഴ്ത്തി എന്ന് പറഞ്ഞ് പുറത്തു വന്ന യുവതിയുടെ ഒരു ശബ്ദരേഖയുണ്ട്. ആ യുവതിയെ ചിലർ തേടിപ്പിടിച്ചെന്നും ചില മാധ്യമപ്രവർത്തകരോട് യുവതി കഴിഞ്ഞ ദിവസം വളരെ സത്യസന്ധമായി താൻ ഗർഭിണിയല്ല എന്ന് വെളിപ്പെടുത്തിയെന്നുമാണ് ഏറ്റവും ഒടുവിൽ നമ്മൾ പുറത്ത് കേൾക്കുന്നത്. അപ്പോൾ ഗർഭിണി അല്ലാത്തൊരു സ്ത്രീയുടെ ഇത്തരമൊരു ശബ്ദരേഖ അത് എങ്ങനെ പുറത്തു വന്നു? അതൊരു പക്ഷേ രാഹുലിന് മേൽ ഒരു വിഭാഗത്തിനുള്ളൊരു സമ്മർദ്ദമാകാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു സമ്മർദ്ദങ്ങളുടെ ഫലമാകാം. അത് നമുക്കറിയില്ല. കാരണം ആ യുവതി രംഗത്ത് വരാത്തിടത്തോളം കാലം അവ്യക്തതകൾ ഇക്കാര്യങ്ങളിൽ തുടരുന്നു. എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ആ യുവതിയായിരിക്കാം രാഹുലിനെതിരെ. രാഹുൽ ആ യുവതിയെ ഒരുപക്ഷെ വേദനിപ്പിക്കാതിരിക്കാനാവാം, അതല്ലെങ്കിൽ ആ യുവതിയെ ആക്രമിച്ച് പ്രകോപിപ്പിക്കേണ്ട എന്ന് കരുതിയാവാം. ഇന്നലെ മാധ്യമ സമ്മേളനത്തിൽ ഗർഭഛിദ്രവുമായി ബന്ധപ്പെട്ട വിഷയം യാതൊന്നും പരാമർശിച്ചില്ല. അപ്പോൾ ഈ 2 കാര്യങ്ങളിലും വളരെ ശ്രദ്ധേയമായൊരു തലമുണ്ട്. ആരോപണം ഉന്നയിച്ച നടി റിനി ആൻ ജോർജ് പറഞ്ഞു, ഇപ്പോഴും എൻ്റെ നല്ല സുഹൃത്താണ്, എൻ്റെ സൗഹൃദത്തിലുള്ള രാഹുൽ മാങ്കൂട്ടത്തിനെ തിരുത്താൻ വേണ്ടിയാണ് ഞാൻ ചിലത് തുറന്നു പറഞ്ഞത്. അപ്പോൾ
ഒരു പക്ഷേ നമുക്കിതൊരു തിരുത്തൽ ആയി വേണമെങ്കിൽ കാണാം. അപ്പോൾ ഈ പീഡിപ്പിക്കപ്പെട്ടു എന്ന് പറയുന്ന, അല്ലെങ്കിൽ രാഹുൽ അശ്ലീല സന്ദേശം അയച്ചു എന്ന് പറയപ്പെടുന്ന, അതല്ലെങ്കിൽ രാഹുൽ തൻ്റെ ഗർഭം ഉടയ്ക്കാൻ ശ്രമിച്ചു എന്ന് പറയപ്പെടുന്ന സ്ത്രീകളൊന്നും രാഹുലിനെതിരെ പരാതിയുമായി വരുന്നില്ല. അതിനർത്ഥം ഒരു പരിധിവരെ രാഹുലിനെ ഒന്ന് കുടയുക മാത്രമായിരുന്നു ചിലരുടെയൊക്കെ ലക്ഷ്യം. അതിലപ്പുറം പരാതിയുമായി വരാത്തത് 2 കാരണങ്ങൾ കൊണ്ടാണ്. ഒന്ന്, രാഹുലിനോട് അവശേഷിക്കുന്ന ഒരു സിമ്പതി അവരുടെയൊക്കെ മനസ്സിലുണ്ടാവാം. അതല്ലെങ്കിൽ ആരൊക്കെയോ ക്രിയേറ്റ് ചെയ്ത് ബോധപൂർവം സൃഷ്ടിച്ചെടുത്ത ഒരു ആക്രമണ പദ്ധതിയുടെ ഭാഗമാകാം ഇതൊക്കെ. ഈ 2 കാര്യങ്ങൾ അവിടെ നിഴലിക്കുന്നു. പൊതുസമൂഹത്തിന് മുന്നിൽ ഇപ്പോൾ വളരെ വ്യക്തിപരമായ 2 മനുഷ്യരുടെ, അല്ലെങ്കിൽ ഒരു രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന വ്യക്തിയും മറ്റ് ചില പെൺകുട്ടികളും തമ്മിലുള്ള സ്വകാര്യതകളുടെ ഒരു വിലയിരുത്തലുകളും അതിനെ മാന്തിക്കീറലുമാണ് ഇപ്പോൾ നടക്കുന്നത്. അതിലപ്പുറം ഒരു ക്രിമിനൽ പശ്ചാത്തലം ഇത്തരം കാര്യങ്ങൾക്ക് വരണമെങ്കിൽ ഒരു പരാതി വേണം, ഒരു FIR വേണം, ഒരു ക്രിമിനൽ കേസ് വേണം. മറിച്ച് ധാർമ്മികത പ്രസംഗിക്കുന്നവർക്ക് എത്രമാത്രം ഈ ധാർമ്മികതയെക്കുറിച്ച് അവകാശവാദം ഉന്നയിക്കാൻ കഴിയുമെന്ന ചോദ്യം നിലനിൽക്കുന്നു. നിങ്ങളിൽ എത്ര പേർക്ക് അവളെ കല്ലെറിയാൻ കഴിയുമെന്ന ബൈബിളിലെ ചോദ്യം അവിടെ നിൽക്കുന്നു. യാഥാർത്ഥ്യം ഇതായിരിക്കെ ഇനിയും ഒരുപാട് ദുരൂഹതകൾ ഈ പ്രശ്നത്തിലുണ്ട്. പക്ഷേ കോൺഗ്രസ് പാർട്ടി ഇവിടെ പാതാളക്കുഴിയിൽ വീണു. കോൺഗ്രസ് പാർട്ടിയാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ ഒരു ഗർഭചിത്രത്തിന് വിധേയമായിരിക്കുന്നത്. ഒരു വ്യാജഗർഭം കോൺഗ്രസ് പാർട്ടിയിൽ ഉണ്ടാകുന്നു. വ്യാജഗർഭത്തിന് ഉത്തരവാദി എന്ന് പറഞ്ഞ് നേതാക്കൾ തമ്മിലടിക്കുന്നു. ഗർഭം എത്രയും പെട്ടെന്ന് ഇല്ലായ്മ ചെയ്യണമെന്ന് ചില നേതാക്കൾ ആവശ്യപ്പെടുന്നു. ആ ഗർഭത്തെ പുറത്തെടുത്താനുള്ള മത്സരം നടക്കുന്നു. അങ്ങനെ വളരെ വിചിത്രമായ കാഴ്ചയാണ് നമ്മൾ കോൺഗ്രസ് പാർട്ടിയിൽ കാണുന്നത്. ഏതായാലും ഇപ്പോൾ സാറ് പറഞ്ഞതുപോലെ ഒരു 5 വർഷം മുമ്പുള്ള ചാറ്റുകൾ ഉൾപ്പെടെയാണ് പുറത്തു വരുന്നത്. അപ്പം ഒരു പക്ഷേ രാഹുലിന് അന്ന് 30 29 വയസ്സ്. അപ്പോൾ 2 രീതി, ഒരു രോഗി എന്നുള്ള രീതിയിൽ ചിത്രീകരിക്കുമ്പോൾ നമ്മളുടെ യൂത്തിനെ നമുക്കൊക്കെ അറിയാം. നമ്മളൊക്കെ ആ ഒരു കാലഘട്ടം കഴിഞ്ഞിങ്ങോട്ട് വന്നവരാണ്. അപ്പോൾ 30 29 വയസ്സിലുള്ള ചില ചാറ്റിങ്ങും, ഇന്നത്തെ +2 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾ പോലും മൊബൈൽ ഫോണും സോഷ്യൽ മീഡിയ യൂസ് ചെയ്ത് രാത്രി ഇത്തരത്തിലുള്ള ചാറ്റിങ്ങൾ ഈ പറയുന്നോണം പെൺസുഹൃത്തുക്കളുമായിട്ട് ചെയ്യാറുണ്ട്. അപ്പോൾ അശ്ലീലം എന്ന് പറയുമ്പോഴും ആ ചാറ്റിങ്ങിലൊന്നും നമ്മൾ കാണുന്ന ഒരു അശ്ലീലം അവിടെ കാണുന്നില്ല. ഇനി അതിന് താഴോട്ട് വരുമ്പോഴായിരിക്കും ഇരുവരും തമ്മിലുള്ള അശ്ലീലം ഇനി ഉണ്ടോ, അതുകൊണ്ടാണോ ഇത് മറച്ചു വെക്കുന്നതും എന്നുള്ളൊരു സംശയം ഇവിടെ വരുന്നുണ്ട്. ഏതായാലും രാഹുലിൻ്റെ പ്രായമായിരിക്കാം, പ്രായത്തിൻ്റെ അപക്വതയായിരിക്കാം ഒരു പക്ഷേ മനോരോഗി എന്നതിലപ്പുറം എനിക്ക് തോന്നുന്നത്. കാരണം പക്വതയോടുകൂടി ഒന്ന് പെരുമാറിയിരുന്നെങ്കിൽ, ഒരു രാഷ്ട്രീയ നേതാവാണ് താൻ, സമൂഹത്തിൽ മാന്യമായി നിൽക്കണം അല്ലെങ്കിൽ സംസാരിക്കണം എന്നുള്ള ചിന്തയ്ക്കപ്പുറം രാഹുലിൻ്റെ പ്രായമായിരിക്കാം ഒരുപക്ഷെ രാഹുലിനെ ഇത്തരത്തിൽ കൊണ്ടുവന്ന് എത്തിച്ചതല്ല. അല്ല, പ്രായത്തിൻ്റെ ആനുകൂല്യം രാഹുലിന് കൊടുക്കാൻ നമുക്ക് കഴിയില്ല. കാരണം മുക്കാതെ പഴുത്തു എന്നൊക്കെ പറയേണ്ടി വരും. രാഹുൽ വളരെ ചെറുപ്പത്തിലെ യൂത്ത് കോൺഗ്രസിൻ്റെ ജില്ലാ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വന്നു. അതിനു മുമ്പ് കോളേജിൽ പഠിക്കുമ്പോൾ തന്നെ സജീവമായി കോൺഗ്രസ് ധാരയിലേക്ക് കടന്നു വന്നു. പിന്നീട് രാഹുലിൻ്റെ വളർച്ച എന്ന് പറയുന്നത് ആരെയും അസൂയപ്പെടുത്തുന്നതാണ്. യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് വന്നപ്പോൾ അവിടെ ഒരു മിന്നുന്ന സ്റ്റാറായി നൊടിയിടയ്ക്കുള്ളിൽ അവതരിപ്പിക്കപ്പെട്ടു. കേരളത്തിലെ കത്തുന്ന യുവത്വം രാഹുലിലൂടെയാണ് കോൺഗ്രസ് പ്രവർത്തകർ അനുഭവിച്ചറിഞ്ഞത്, കണ്ടത്, കേട്ടത്. രാഹുൽ എന്ന പോരാളി തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിന് മുന്നിൽ നിന്ന് എടോ വിജയ എന്ന് വിളിക്കുന്ന ഒരു ഗർജനം, അത് കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകരെ ആവേശത്തിരതള്ളിലാക്കി. അവിടെ നിന്ന് രാഹുലിനെ വേട്ടയാടാൻ ശ്രമിക്കുന്ന പിണറായിക്ക് നേരെ, പിണറായിയുടെ ക്ലിഫ് ഹൗസിൽ നടക്കുന്ന രഹസ്യങ്ങൾ താൻ പുറത്തുവിടുമെന്ന് വെല്ലുവിളിക്കുന്ന രാഹുൽ, പൂജപ്പുര സെൻട്രൽ ജയിലിൽ കിടന്ന് ജയിലിൽ നിന്ന് പുറത്തേക്കിറങ്ങിയപ്പോൾ ഇനി വിജയനുള്ള എൻ്റെ മറുപടി കാത്തിരിക്കുക എന്നാണ് രാഹുൽ അന്ന് പ്രഖ്യാപിച്ചത്. പിന്നീട് പിണറായി വിജയനെതിരെ ഒരു രാഹുൽ മാങ്കൂട്ടത്തിൽ നടത്തിയ ഒറ്റയാൾ പോരാട്ടത്തിൽ വാസ്തവത്തിൽ കോൺഗ്രസിനൊരു പുത്തൻ ഉണർവാണ് വന്നത്. ഒരു പ്രായത്തിന് മുൻപേ നടന്നൊരു നേതാവിനെയാണ് രാഹുൽ മാങ്കൂട്ടത്തിലൂടെ നമ്മൾ കണ്ടത്. അപ്പോൾ പ്രായത്തിൻ്റെ ചപലത ഉണ്ടാകാൻ പാടില്ല. ഓരോ വ്യക്തിയും കടന്നു വരുന്ന ഒരു ചെറുപ്പകാലമുണ്ട്. ആ ചെറുപ്പകാലത്ത് പക്ഷേ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ സമൂഹം ഇൻസിസ്റ്റ് ചെയ്യുന്ന ഒരുപാട് തലങ്ങളുണ്ട്. കോളേജ് ക്യാമ്പസ് കാലഘട്ടത്തിലൂടെയാണ് നമ്മളൊക്കെ കടന്നു വന്നത്. ഈ ക്യാമ്പസിലെ രാഷ്ട്രീയ പ്രവർത്തനത്തിന് ഒരു വലിയ പ്രത്യേകതയുണ്ട്. ഇപ്പം ഞാനും ആ ക്യാമ്പസ് രാഷ്ട്രീയത്തിലൂടെ കടന്നു വന്നയാളാണ്. അന്ന് ഈ രാഷ്ട്രീയ നേതാക്കൾക്ക് ചില കടിഞ്ഞാണുകൾ
അന്ന് കോളേജ് തന്നെ കൽപ്പിക്കും. അത് നമ്മളറിയാതെ തന്നെ നമ്മളുടെ ഉള്ളിൽ വരുന്നതാണ്. നമ്മൾ തന്നെ കോളേജിൽ പഠിക്കുമ്പം ഒരു വിദ്യാർത്ഥി വിഭാഗത്തിൻ്റെ നേതാവായി അവിടെ പ്രവർത്തിക്കുമ്പോൾ മറ്റുള്ളവരെ പോലെ പെൺകുട്ടികളുടെ പുറകെ നടക്കരുത്, പെൺകുട്ടികളോട് അശ്ലീലത പ്രയോഗിക്കരുത്, ഇങ്ങനെ ചില നിയന്ത്രണങ്ങൾ സ്വയം വരുത്തും. അത് നമ്മളറിയാതെ നമ്മൾ ശീലിച്ചെടുക്കുന്നതാണ്. കാരണം അത്തരം നിയന്ത്രണങ്ങളിലൂടെയാണ് ഒരു നേതാവ് വളരുന്നത്. നേതാവ് ഒരു മാർഗദർശിയായിരിക്കണം, മറ്റുള്ളവർക്ക് മാതൃക കാട്ടുന്ന ആളായിരിക്കണം എന്നൊക്കെ നമ്മുടെ ഉൾബോധം നിരന്തരം പറഞ്ഞുകൊണ്ട്. പക്ഷെ അവിടെയും രാഹുലിനേക്കാളും പ്രായമേറിയ CPM നേതാക്കളുടെ പല കുത്സിതങ്ങളും ഈ പറഞ്ഞ പല കാര്യങ്ങളും നമ്മൾ ഫോൺ സംഭാഷണമൊക്കെ കേട്ടിട്ടുണ്ട്. അത് ഒന്നിൽ പെട്ടു എന്നുള്ളതാണ്. ഇത് പലരിൽ നിന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ പിന്നീട് ഡൽഹി സെൻറ്റ് സ്റ്റീഫൻസിലേക്ക് പോകുന്നു. അതൊരു വിശാലമായ ലോകമാണ്. ഡൽഹിയുടെ ഒരു വിശാലതയുണ്ട്. ആ വിശാലതയിൽ കൂടുതൽ വൈകൃതങ്ങൾ കണ്ടിരിക്കാം. പിന്നീട് കേരളത്തിലേക്ക് വന്നപ്പോൾ തൻ്റെ നേതൃശൈലിയോടൊപ്പം ഈ വൈകൃതങ്ങളും ആ സ്വഭാവത്തിൻ്റെ രീതിയായിരിക്കും. അതിനൊന്നും നമുക്ക് ന്യായീകരണം ഒരിക്കലും ഒരുക്കാൻ കഴിയില്ല. അതിൻ്റെ പേരിൽ രാഹുലിന് നമുക്ക് ഒരു എക്സ്ക്യൂസ് കൊടുക്കാൻ കഴിയില്ല. പക്ഷേ ഈ തെറ്റ്, ഇപ്പോൾ സംഭവിച്ചിരിക്കുന്ന ഈ പാകപ്പഴ, അത് തിരുത്തേണ്ടതാണ് എന്ന് സമൂഹം ചൂണ്ടിക്കാണിക്കുമ്പോൾ, എന്ന് സ്വന്തം പാർട്ടി ചൂണ്ടിക്കാണിക്കുമ്പോൾ, എന്ന് കേരളത്തിലെ സത്യസന്ധരായ സ്ത്രീകൾ, നമുക്ക് ആരൊക്കെയാണെന്ന് അറിയില്ല, ഈ ആരോപണം ഉന്നയിക്കുന്നവരിൽ പലരും സ്വാർത്ഥത മുന്നിൽ വെച്ച് തന്നെയാവാം, അതിലപ്പുറം ഇതിൻ്റെ പച്ച പരമാർത്ഥങ്ങൾ എത്രയുണ്ടെന്ന് അറിയില്ല. പക്ഷേ ഇവിടെ ഒരു ജാഗ്രത വേണം. എന്തുകൊണ്ട് രാഹുൽ തെറ്റ് ചെയ്തു എന്ന് ഇപ്പോഴും നമ്മൾ വിശ്വസിക്കുന്നത് 2 കാരണങ്ങൾ കൊണ്ടാണ്. ഒന്ന്, അവന്തികയുടെ കാര്യത്തിൽ രാഹുൽ കാണിച്ച ആ തൻ്റെ ഇടം മറ്റ് ശബ്ദരേഖകളുടെ കാര്യത്തിൽ, ചാറ്റുകളുടെ കാര്യത്തിൽ രാഹുൽ പ്രകടിപ്പിക്കുന്നില്ല. മറ്റൊന്നൊരു മുൻ കോൺഗ്രസ് MPയുടെ മകളെ വശീകരിച്ചുവെന്നും ആ മകളുമായി ചില ബന്ധങ്ങളുണ്ടായിരുന്നുവെന്നും കോൺഗ്രസിനുള്ളിൽ ഒരു പെടുപാട്ടാണ്. ആ MPയുടെ മകളെ ഇവനിങ്ങനെ ആ മകളോട് ഇങ്ങനെ പെരുമാറാമെങ്കിൽ സമൂഹത്തിലെ മറ്റുള്ള പെൺകുട്ടികളുടെ സ്ഥിതി എന്താവും? ആ ഭയവുമുണ്ട് കോൺഗ്രസ് നേതാക്കൾ. നമുക്ക് ഈ യാഥാർത്ഥ്യങ്ങൾ കാണാതിരിക്കാൻ കഴിയില്ല. അപ്പോൾ ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിൽ തൻ്റെ കഴിവിനൊപ്പം എല്ലാ കഴിവുകളുള്ള മനുഷ്യർക്കും അവരുടെ ഒരു ദ്വന്ദ്മുഖമുണ്ട്, അവരുടെ ഒരു ബ്ലാക്ക് സ്പോട്ട് കിടപ്പുണ്ട് ലൈഫിൽ, അല്ലെങ്കിൽ ജീവിതത്തിൽ, ബ്രെയിനിൽ. അപ്പോൾ ഇതും അത്തരമൊരു ബ്ലാക്ക് സ്പോട്ട് ആവാം. രാഹുൽ മാങ്കൂട്ടത്തിൽ രാത്രിയിൽ ഉറങ്ങാതിരിക്കുന്ന ഒരു മനുഷ്യൻ്റെ തലച്ചോറ് ചെകുത്താൻ്റെ ആയിരിക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ ആ ഉറങ്ങാതിരിക്കുന്ന രാത്രികളാണ് നമ്മളെ ഒരുപാട് ചെകുത്താനിലിസത്തിലേക്ക് കൊണ്ടുപോകുന്നത്, അല്ലെങ്കിൽ ക്രിമിനലിസത്തിലേക്ക് കൊണ്ടുപോകുന്നത്. മിക്ക ക്രിമിനൽ ആക്ടിവിറ്റീസ് നടക്കുന്നത് രാത്രിയിലാണല്ലോ. അപ്പോൾ ഈ ലൈംഗികതയുടെ ഒരു ക്രിമിനൽ തലം രാത്രിയിലാണ് കൂടുതലെന്നാണ് അതിൻ്റെ സൈക്കോളജിസ്റ്റുകൾ, അതവിടെ നിൽക്കുക സൈക്കോളജിയിൽ. അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ തെറ്റ് ചെയ്തു എന്ന് വ്യക്തമാണ്. ഒരു ശാസന ഇവിടെ അനിവാര്യമാണ്, ഒരു തിരുത്തൽ അനിവാര്യമാണ്, ഒരു മാപ്പിരക്കൽ അത്യാവശ്യമാണ്. പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിനെ കുഴിച്ചു മൂടേണ്ടതില്ല. 1. 2, കോൺഗ്രസ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനോട് ചെയ്തത് നെറികേടാണ്. രാഹുൽ മാങ്കൂട്ടത്തിനൊരു തെറ്റ് വന്നു, തെറ്റ് സംഭവിച്ചു, അത് പാർട്ടി ഒരു നിലപാടെടുക്കണം. രാഹുലിനെ വിളിച്ച് ശാസിക്കണം. രാഹുലിനോട് ഇനി ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കരുത് എന്ന് പറയണം. ഇത് ഒരു നിയമപരമായ നടപടിയിലേക്ക് കടന്നാൽ രാഹുലിനെതിരെ കർശന നടപടിയെടുക്കുമെന്ന് പാർട്ടി ബോധ്യപ്പെടുത്തണം. കോൺഗ്രസ് പാർട്ടി രാഹുലിന് എന്ത് തെറ്റ് സംഭവിച്ചു എന്ന് കേരളത്തെ ബോധ്യപ്പെടുത്തണം. കോൺഗ്രസിന് ഇപ്പോൾ ബോധ്യം വന്നതുകൊണ്ടാണല്ലോ കോൺഗ്രസ് സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. ഈ സസ്പെൻഷൻ കോൺഗ്രസിന് ബോധ്യപ്പെട്ടിട്ടുള്ളതാണെങ്കിൽ രാഹുൽ ചെയ്ത തെറ്റെന്താണ് എന്ന് പാർട്ടി വ്യക്തമാക്കണം കേരളത്തിലെ പൊതുസമൂഹത്തിന് മുന്നിൽ. അതല്ലാതെ ഗ്രൂപ്പ് പോരിൻ്റെ പേരിൽ അധികാര കസേര പിടിക്കാനുള്ള ഒരു നാടകമാക്കരുത്. ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആദ്യം പ്രസ്താവന നടത്തിയത് VD സതീശനാണ്. VD സതീശൻ്റെ ഈ പ്രസ്താവന വരുമ്പോൾ 2 ലക്ഷ്യങ്ങളായിരുന്നു VDക്കുള്ളത്. ഒന്ന്, ഒരു സ്ത്രീപക്ഷപാതി എന്നൊരു ഖ്യാതി നേടുക. 2, അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം കേരളത്തിൻ്റെ മുഖ്യമന്ത്രി കസേര സ്വപ്നം കാണുന്നയാളാണ് VD സതീശൻ. VD സതീശൻ്റെ ഗ്രൂപ്പിലെ തീപ്പൊരി നേതാവായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ. അപ്പോൾ ആ ഗ്രൂപ്പിനെ ചതിച്ച് KCയുടെ ക്യാമ്പിലേക്ക് കയറിയ പക വല്ലാതെ മനസ്സിൽ കിടപ്പുണ്ട് ഷാഫിയും രാഹുൽ മാങ്കൂട്ടത്തിലും. കാരണം പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന് തൊട്ടു പിന്നാലെ സതീശൻ്റെ പിള്ളേർ എന്ന് പറഞ്ഞ് കളം നിറഞ്ഞ 2 പേര് നേരെ സതീശനെ തേച്ച് അങ്ങോട്ട് ചാടി. അത് ഈ രാഹുലിന് തേപ്പ് ഭയങ്കര ഇഷ്ടമുള്ളൊരു മേഖലയാണ്. കാരണം ഈ രാഹുലിനെ കോൺഗ്രസ് രാഷ്ട്രീയത്തിലേക്ക് കൈപിടിച്ചു കൊണ്ടുവന്ന ഒരു I ഗ്രൂപ്പ് പ്രാദേശിക നേതാവാണ്. ആദ്യം ഈ I ഗ്രൂപ്പ് നേതാവിനെ വെട്ടി കോൺഗ്രസിൻ്റെ ഒരു പന്താവിലേക്ക് കയറിയപ്പോൾ രാഹുലിന് മനസ്സിലായി A ഗ്രൂപ്പിനെ പിടിച്ചിട്ടേ കാര്യമുള്ളൂ, ഉമ്മൻചാണ്ടിയെ. അങ്ങനെ നേരെ ചാൻഡ്യൂമിനുമായിട്ട് ഭയങ്കര സൗഹൃദത്തിലായി, ഉമ്മൻചാണ്ടിയുടെ ഏറ്റവും അടുത്തയാളായി. പക്ഷേ ചാൻഡ്യൂമിനെ പിന്നെ തേച്ചു, പിന്നെ A ഗ്രൂപ്പിനെ തേച്ച് നേരെ സതീശനിലേക്ക് ചാടി.
പിന്നീട് മനസ്സിലായി KC വേണുഗോപാലിനെ പിടിച്ചാൽ അടുത്ത നിയമസഭ കഴിയുമ്പോൾ ഒരു മന്ത്രിയാകാമെന്ന്. നേരെ KC ക്യാമ്പിലേക്ക് കയറി, അതും സതീശനെ തേച്ച്. അപ്പോൾ സ്വന്തം നിലനിൽപ്പിന് വേണ്ടി തേപ്പ് ഒരു ശീലമാക്കിയിട്ടുണ്ട്. അത് നമുക്ക് അത്രയേറെ തള്ളി പറയാൻ കഴിയില്ല. കാരണം കോൺഗ്രസ് നേതാക്കളുടെ, കോൺഗ്രസിൻ്റെ ഒരു പൊതുശൈലി ഈ തേപ്പാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും ഗ്രൂപ്പും പോരും ഒക്കെ ആയിട്ട്. അപ്പോൾ ഈ തേപ്പിലെല്ലാം കുഴപ്പമുണ്ട്. തേപ്പിൽ ഒരുപാട് അഹങ്കാര, ധാർഷ്ട്യം, വൈരാഗ്യം, പോര്, ഇതെല്ലാം കിടക്കും. അപ്പോൾ ഈ എലമെൻറ്റ്സ് എല്ലാം കൂടെ അങ്ങ് കത്തി. തിരികെ സതീശൻ ഒരു ചാൻസ് കിട്ടിയപ്പോൾ സതീശൻ അറിഞ്ഞ് പണിതു. അപ്പോൾ രാഹുൽ എന്ത് സംഭവിച്ചു? രാഹുലിനെ സതീശൻ ക്യാമ്പ് വെട്ടിയിട്ടു. പക്ഷേ സതീശൻ ക്യാമ്പ് വെട്ടിയിടുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ താഴെ വീഴുമ്പോൾ അതിൻ്റെ ഗുണഭോക്താക്കൾ സതീശൻ ക്യാമ്പ് ആകരുതെന്ന് ചെന്നിത്തല ഉറപ്പിച്ചു. ഇതോടെ ചെന്നിത്തല ഇരട്ടി ഫോഴ്സിൽ രാഹുലിനെ ഇപ്പോൾ തന്നെ MLA സ്ഥാനം തെറിപ്പിക്കണം എന്ന് പറഞ്ഞ് കളത്തിലിറങ്ങി. രാഹുലിനെ സംരക്ഷിക്കാൻ ഷാഫിയെ എന്തായാലും ഒറ്റയ്ക്ക് കളത്തിലിറങ്ങില്ല, KC പറഞ്ഞിട്ടാണ്. പക്ഷേ പിന്നീട് KCക്ക് മനസ്സിലായി അധികം ഒന്നും സംരക്ഷിക്കാൻ കഴിയില്ലെന്ന്. KCക്ക് രാഹുലിനെ സംരക്ഷിക്കാൻ താല്പര്യമില്ല എന്ന് ജനങ്ങൾ ധരിച്ചോട്ടെ എന്ന് കരുതി KC ഭാര്യ ആശയെ കൊണ്ട് കഴിഞ്ഞ ദിവസം ഒരു ഫേസ്ബുക്ക് കുറിപ്പിട്ടു. ഇതുപോലെ കോൺഗ്രസ് നേതാക്കൾ പെരുമാറരുത്, വലിയ പെണ്ണുപിടിയാണ് നടന്നതെന്നൊക്കെ പറഞ്ഞു. പക്ഷേ KC വേണുഗോപാലിൻ്റെ ഭാര്യ ഒരിക്കലും അങ്ങനെ ഒരു കുറിപ്പ് ഇടാൻ കുറിപ്പിടരുത്. ഇതേ തുടർന്ന് സൈബർ ആണികളൊക്കെ പൊട്ടിത്തെറിച്ച് KCയുടെ വൈഫിനെതിരെ രൂക്ഷ ആക്രമണം. ഞങ്ങൾ പലതും പച്ചയ്ക്ക് പറയുമെന്ന് പറഞ്ഞ് KCയുടെ വൈഫിനെ പ്രകോപിപ്പിക്കുന്നു. അതിൻ്റെ ഇടയ്ക്ക് ഉമാ തോമസ്, അവരൊരു വാസ്തവത്തിലൊരു പാവസ്ത്രീ, ഒരു അമ്മ മനസ്സാണ്. അപ്പോൾ ഉമ്മയോട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞങ്ങ് ധരിപ്പിച്ച് കഴിച്ചപ്പോൾ ഉമ്മയങ്ങ് പൊട്ടിത്തെറിച്ചു. ഇവൻ ഇത്ര ഭീകരനാണോ? അപ്പോൾ ഉമ്മയെ ഇത്രയധികം രോഷാകുലയാക്കിയത് ഒരു മുൻ MP യുടെ മകളുമായിട്ടുള്ളൊരു ബന്ധം ആളുകൾ ചെന്നങ്ങ് ബോധ്യപ്പെടുത്തിയപ്പോഴാണ്. അപ്പോൾ ഈ ഉമ്മ മുൻ MP വിളിച്ചു എന്നാണ് ഉമ്മയുടെ ഏറ്റവും അടുത്ത ആൾ എന്നോട് പറഞ്ഞത്. വിളിച്ചപ്പോൾ ആ MP ഒക്കെ പൊട്ടിത്തെറിച്ചു. അവന് കേരള രാഷ്ട്രീയത്തിൽ ഒരു കാരണവശാലും നിർത്താൻ കൊള്ളുന്നവനല്ല, അവനെ തീർക്കണമെന്ന്. ഇതോടെ ചാനലുകളിൽ വന്നപ്പോൾ ഉമാ തോമസും തള്ളിപ്പറഞ്ഞു. ഉമ്മയ്ക്കെതിരെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ആൾക്കാരെല്ലാം കൂടി സൈബർ അറ്റാക്ക്. പക്ഷേ സൈബർ അറ്റാക്ക് എന്ന് പറഞ്ഞ് നമുക്കതിനെ നിസ്സാരമായി തള്ളിക്കളഞ്ഞൂടെ. ഈ കോൺഗ്രസ് പോരാളികൾക്കിടയിൽ വലിയൊരു സ്ഥാനമുണ്ടായിരുന്നു, വലിയൊരു നേതാവിൻ്റെ സ്ഥാനം, ഒരു തീപ്പൊരി പോരാളിയുടെ ഒരു ചിത്രം. അപ്പോൾ അത് എത്രയാണാലും താഴെ നിലത്ത് വീണാലും അത് ഉൾക്കൊള്ളാൻ കഴിയില്ല ഇവർക്കൊന്നും. അപ്പോൾ അവർ സ്വാഭാവികമായും പ്രതികരിക്കും. ഇവിടെ കോൺഗ്രസ് പാർട്ടി ഒരു നിലപാടെടുക്കണമായിരുന്നു. അവർ ശക്തമായി അവരുടെ ആ പാർട്ടിക്കുള്ളിൽ ചർച്ചകൾ നടത്തി ഒരു തീരുമാനത്തിലെത്തണമായിരുന്നു. ഈ നിലപാട് ജനങ്ങളെ ബോധ്യപ്പെടുത്തണമായിരുന്നു. ഇത് നേതാക്കളുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി ആകരുതായിരുന്നു. അവിടെ കോൺഗ്രസ് പാർട്ടിക്ക് വലിയ തെറ്റുപറ്റി. അവരിതിന് വലിയ വില കൊടുക്കേണ്ടി വരും വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിലും. അതെ, സാർ പറഞ്ഞത് ശരിയാണ്. നമ്മുടെ ചർച്ചയുടെ അവസാന ഭാഗത്തെ എത്തുമ്പോഴും നമുക്ക് ഇത് തന്നെയാണ് പറയാനുള്ളത്. ഒരു പക്ഷേ മറ്റുള്ള പാർട്ടികളൊക്കെ പലരെയും ഇത്തരത്തിൽ സംരക്ഷിക്കുമ്പോഴും കോൺഗ്രസിൽ പാർട്ടിയിൽ ആദ്യം കുതികാൽ വെട്ടുക എന്നുള്ളൊരു ശീലമായി മാറിക്കഴിഞ്ഞു. ഒരു ചർച്ചയായിരുന്നു വേണ്ടുന്നത്. ഇതിനകത്ത് എങ്ങനെയൊക്കെയാണ് അവർക്ക് ചെയ്യാൻ പറ്റുന്നത്, അത് ചെയ്തതിന് ശേഷമായിരിക്കണമായിരുന്നു രാഹുലിനെ തിരിച്ചടിക്കേണ്ടത്. എന്തായാലും രാഹുൽ ചെയ്ത തെറ്റ് എന്തായാലും ന്യായീകരിക്കാനും കഴിയില്ല. ആ തെറ്റിന് തക്ക ശിക്ഷ തന്നെ നൽകുമ്പോഴും പക്ഷേ നല്ലൊരു നേതാവിനെയാണ് ഒരുപക്ഷെ കേരള സമൂഹത്തിന് നഷ്ടപ്പെടുന്നത് എന്നുകൂടി ഓർത്തുകൊണ്ട് തെറ്റുകൾ ക്ഷമിക്കണമെന്നല്ല, പശ്ചാത്താപമാണ് ഏറ്റവും വലുത്. ആ പശ്ചാത്താപത്തിലൂടെ വീണ്ടും ആ നേതാവ് നല്ലൊരു പോരാളിയായിട്ട് ഉയർന്നു വരട്ടെ അല്ലേ? തീർച്ചയായിട്ടും. നന്ദി, നമസ്കാരം. നന്ദി സാർ.